ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളാന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിയത്. എല്ലാത്തിനും മൂല കാരണം സാബുമോൻ തന്നെയാണ്. സാബുമോൻ നോറയെ പ്രൊവോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടാസ്ക് ടണൽ റൂംമേറ്റ്സിന് കൊടുക്കുകയാണ്. അതായത് നന്ദന, അപ്സര, സായ് കൃഷ്ണ, ശരണ്യ എന്നിവർക്ക്. എന്നാൽ ആ പ്രാങ്കിൽ അവർ പരാജയപ്പെട്ടു. കാരണം നോറയെ പ്രൊവോക്ക് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അവർ വെച്ച വെടി ഉന്നം തെറ്റി തറച്ചത് ഋഷിയുടെ നെഞ്ചത്താണ്. നോറയെ പ്രൊവോക്ക് ചെയ്യാൻ ഇവർ ഓരോരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ വള്ളി പിടിച്ച് ഋഷി വന്നു. അങ്ങനെ അപ്സരയും ഋഷിയും തമ്മിൽ നല്ല തല്ലായി. അതിന്റെ ഇടയ്ക്ക് അപ്സരയോട് ഋഷി പറഞ്ഞു, നീ ഇവിടെ ഫുൾ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, ഫുൾ അഭിനയമാണ് എന്ന്. അപ്പോൾ അപ്സര പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ പറ്റാത്തത് എന്റെ കുറ്റമാണോ എന്ന്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണിത്. എന്നാൽ ഋഷി അതിനെ വളച്ചൊടിച്ച് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. എന്റെ കരിയറിൽ തൊട്ട് കളിക്കാൻ നീ ആയിട്ടില്ല, എന്റെ അന്നത്തിൽ നീ തൊട്ട് കളിക്കണ്ട, പറഞ്ഞ വാക്കൊന്നും തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. ആ സിറ്റുവേഷൻ അങ്ങോട്ട് വളരെ മോശമാക്കി മാറ്റി. അവസാനം സാബുമോൻ തന്നെ പറഞ്ഞു ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന്. എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഋഷി തയ്യാറാകുന്നില്ല. പ്രാങ്കൊക്കെ അങ്ങ് മാറ്റിവെച്ചോ, പ്രാങ്കിന്റെ പേരിൽ തോന്നിവാസം മുഴുവൻ എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല എന്നായി ഋഷി. പ്രശ്നം വഷളായപ്പോൾ സാബുമോൻ നൈസായി തലയൂരി. നിങ്ങൾ വല്ലതും പേഴ്സണൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കണ്ട, ഞാൻ നോറയെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നായി. എന്തായാലും അപ്സരയ്ക്ക് ഇനി 2-3 ആഴ്ചത്തേക്ക് ഋഷിയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.